ആദ്യത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കൊരു ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചക്കലിശ്ശേരി വെക്കാൻ പോവാം. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കണമെന്ന് കണ്ടിട്ട് വരാം. വാ. അപ്പം നമ്മളത് ചക്കൊക്കെ ചുള പറിച്ച് വെച്ചു. ചക്കക്കുരു വേറാക്കി, കുറച്ച് നാളികേരെടുത്തു, 5 പച്ചമുളക്, ജീരകം, വേപ്പില, ചക്കക്കുരു കഴുകി വറ്റിച്ചു. ഇനി കുക്കറിലേക്ക് ചക്കക്കുരും കുറച്ച് വെള്ളവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് വിസിലടിക്കുക. അതിന് ശേഷം നാളികേരവും ജീരകവും വേപ്പിലയും പച്ചമുളകും കൂട്ടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അധികം അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ക്രഷ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മുടെ ചക്കക്കുരു അവിടെ കിടന്ന് വിസിലടിക്കുന്നുണ്ട്. ഒരു 2 വിസിൽ മതിയാവും. 2 വിസിലടിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരച്ച് വെച്ച നാളികേരം മാറ്റി വയ്ക്കുക. അതിന് ശേഷം ചുളപ്പറിച്ച ചക്ക കുക്കറിലേക്ക് ജസ്റ്റ് ഒന്ന് വിസിലടിക്കുക. അധികം വേവാൻ പാടില്ല കേട്ടോ, അധികം ആകെ വെന്ത് പോകും. അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടി വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ കടുകിടുക, ഉണക്കമുളകിടുക, വേപ്പിലിടുക. അതൊന്ന് വറവാകുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ചീനിച്ചട്ടിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. അടി പിടിക്കാത്ത വിധത്തിൽ ഇളക്കണം. നല്ല മൂപ്പ് പരിവാവണം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നാളികേരമൊക്കെ മൂപ്പായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരും ചക്കച്ചുളയും ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായി ഇളക്കാട്ടോ. അടിയിൽ പിടിക്കാത്ത വിധത്തിൽ നന്നായി ഇളക്കി എല്ലാ ഭാഗവും നന്നായി ഇളക്കി വയ്ക്കുക. നന്നായി മിക്സ് ചെയ്യുക. സൈഡിൽ നിന്നും അടിയിൽ നിന്നൊക്കെ നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നാളികേരം ഇതും കൂടി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചക്കലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.